Greetings in the precious name of our Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. Respected overseer, assistant overseer, education director, all the council members and all the leaders on the stage. മാന്യരായ നമ്മുടെ സ്റ്റേറ്റ് ഓവർസിയർ, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, എഡ്യൂക്കേഷൻ ഡയറക്ടർ, കൗൺസിൽ അംഗങ്ങൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ ദൈവപ്രതിനിധിമാർ. It is a privilege for me to attend and preach at the 101st General Convention of Church of God, Kerala State. കേരള സ്റ്റേറ്റിന്റെ 101ാമത്തെ ജനറൽ കൺവെൻഷനിൽ കടന്നു വന്ന ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത് ഒരു വലിയ പദവിയായി ഞാൻ കണക്കാക്കുകയാണ്. As I stand on this stage, I cannot but remember my father, late Pastor P.R. Baby. ഈ വേദിയിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് വിസ്മരിക്കുവാൻ കഴിയുന്നില്ല കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്ന എൻ്റെ പിതാവ്, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി.ആർ. ബേബി. My father loved Church of God dearly. എൻ്റെ പിതാവ് ചർച്ച് ഓഫ് ഗോഡിനെ വളരെ അധികം സ്നേഹിച്ച ഒരു ദൈവ മനുഷ്യനാണ്. Till his last day he was looking for opportunities to help and support Church of God. തൻ്റെ ജീവിതത്തിൽ ഉള്ള അവസാന ദിവസം വരെ ദൈവസഭയെ സഹായിക്കുവാനുള്ള അവസരങ്ങൾ താൻ തേടുകയായിരുന്നു. It is very emotional for me as I stand here to represent him on a stage he preached for 17 years. അതുകൊണ്ട് 17 നീണ്ട വർഷങ്ങൾ പ്രസംഗിച്ച അതേ വേദിയിൽ തന്നെ പ്രതികരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു വൈകാരികമായ അനുഭവം തന്നെയാണ് എനിക്ക്. Hallelujah. Hallelujah. The Lord has given us a very powerful theme for this convention. ഈ കൺവെൻഷന് വളരെ ശക്തമായ ഒരു വിഷയം, ആപ്തവാക്യമാണ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. Hebrews chapter 12 verses 1. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. Therefore, since there is a cloud of witnesses surrounding us, നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും, let's throw away all the sin, അതുകൊണ്ട് എല്ലാ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും, and run our race that is marked for us with endurance. നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. You see, Paul liked to compare the Christian life to a race. പൗലോസ് പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ടമായിട്ട് താരതമ്യം ചെയ്തിട്ടുണ്ട്. I have often wondered, why is Paul so obsessed with the race? പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പൗലോസ് ഇങ്ങനെ ഓട്ടവുമായിട്ട് എന്തുകൊണ്ടാണ് ആത്മീയ ജീവിതത്തെ ബന്ധപ്പെടുത്തിയത്. In 1 Corinthians chapter 9 he says there are many comparisons between the race for the world and race for God. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ ലോകത്തിന് വേണ്ടിയുള്ള ഓട്ടത്തെക്കുറിച്ചും ദൈവസംബന്ധമായി ഓടുന്നതിനെക്കുറിച്ചും താരതമ്യം ചെയ്ത് പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. Both race participants will receive a crown at the end. രണ്ട് ഓട്ടങ്ങളിലും ഓടുന്നവർക്ക് അവസാനം ഒരു സമ്മാനമുണ്ട്. Both race needs strict discipline and training. രണ്ട് തരത്തിൽ ഓടുന്നവർക്കും വളരെ കഠിനമായി അതിനുവേണ്ടി പ്രയത്നിച്ചാലേ കഴിയുള്ളൂ. But I think there is one more reason why Paul likes to compare with race. എന്നാൽ എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയം, പൗലോസ് ഒരു കാരണം കൂടെ ഉണ്ട് ഇങ്ങനെ ഇതിനെ താരതമ്യം ചെയ്ത് പഠിക്കുവാൻ. Hallelujah. 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 From the day the Lord met him at Damascus, ദൈവത്തെ അഭിമുഖമായി ദമാസ്കസിന്റെ പടിവാതിൽക്കൽ വെച്ച് കണ്ട ദിവസം തുടങ്ങി. from the day the Lord called him from the gates of Damascus, ദമാസ്കസിന്റെ വാതിൽക്കൽ വെച്ച് ദൈവം തന്നെ വിളിച്ച ദിവസം തുടങ്ങി, till the day he was beheaded in the Roman prison, റോമൻ കാരാഗൃഹത്തിൽ തന്നെ ശിരച്ഛേദം ചെയ്ത ദിവസം വരെ, Paul had one desire in his heart. തന്റെ ഹൃദയത്തിനകത്ത് ഒരേ ഒരു ആഗ്രഹമായിരുന്നു പൗലോസിനുണ്ടായിരുന്നത്. He says that is in Philippians. ഫിലിപ്പിയ ലേഖനത്തിൽ തന്നെ അത് രേഖപ്പെടുത്തുന്നു. Only if I could know him. എനിക്ക് വല്ലവിധേനയും അവനെ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. If I can know the power of his resurrection. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്കൊന്നറിയണം. Only if I can be fellowship of his suffering. തന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എനിക്കൊന്നറിയണം. Only if I can conform to his death. അവന്റെ മരണത്തോട് എനിക്കൊന്ന് ഏകീഭവിക്കണം. Hallelujah. 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 You see, when you sit on a chair, നാം ഒരു ഇരിപ്പിട ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ you spend about 100 calories in an hour. ഒരു മണിക്കൂറിൽ 100 കാലറിയാണ് അതിനുവേണ്ടി നാം ചെലവാക്കുന്നത്. When you start walking, നാം നടക്കുവാൻ വേണ്ടി തുടങ്ങുമ്പോൾ you spend about 200 calories per hour. 200 കാലറി ഒരു മണിക്കൂറിൽ നമ്മുടെ ശരീരത്തിന്റെ ഊർജ്ജം നഷ്ടപ്പെടുകയാണ്. When you start running, നാം ഓടുവാൻ വേണ്ടി തുടങ്ങുമ്പോൾ you are spending 1000 or 2000 calories an hour. 1000 മുതൽ 2000 കലോറി ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ നാം ഉപയോഗിക്കുകയാണ്. Hallelujah. Hallelujah. There is a very simple reason why Paul likes racing. അതുകൊണ്ടാണ് വളരെ പൗലോസ് ഇങ്ങനെ ഈ ഓട്ടം ഇഷ്ടപ്പെടുവാനുള്ള ലളിതമായ ഒരു കാര്യം. He
like to expense his energy for his Lord. ക്രിസ്തുവിനു വേണ്ടി തനിക്കുള്ള മുഴുവൻ ശക്തിയും ഉപയോഗിക്കണമെന്ന് പൗലോസ് ആഗ്രഹിച്ചത് കൊണ്ടാണ്. He liked to expense his energy for his master. കർത്താവും നാഥനും വേണ്ടി മുഴുവൻ ശക്തിയും ഉപയോഗിക്കണമെന്ന് പൗലോസ് ആഗ്രഹിച്ചത് കൊണ്ടാണ്. He cannot sit still but expense his energy for his master. വെറുതെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ തനിക്ക് കഴിയത്തില്ല. കർത്താവിന് വേണ്ടി തന്റെ ഊർജ്ജം ഉപയോഗിക്കണം. Why? എന്തുകൊണ്ട്? Why? എന്തുകൊണ്ട്? Hallelujah. Hallelujah. He knows one thing. ഒരു കാര്യം പൗലോസിന് വ്യക്തമാണ്. His Jesus who called him. യേശുവാണ് തന്നെ വിളിച്ചത്. This Jesus who is his master. തന്റെ നാഥനും കർത്താവുമായിരിക്കുന്നവൻ. He not only shined his light around him. അവന് ചുറ്റും ഒരു വെളിച്ചമായി കേവലം മിന്നുകയല്ലായിരുന്നു. He not only called his name. തന്റെ പേര് മാത്രം He വിളിക്കുകയല്ലായിരുന്നു. knows one thing. ഒരു കാര്യം പൗലോസിന് അറിയാം. This Jesus gave everything he has for him. യേശു ക്രിസ്തു പൗലോസ് എന്ന വ്യക്തിക്ക് വേണ്ടി സകലവും നൽകി കൊടുത്തെന്ന് താൻ തിരിച്ചറിഞ്ഞു. Hallelujah. Hallelujah. He knows one thing. ഒരു കാര്യം തനിക്കറിയാം. There was nothing more for the Prince of Heaven to give him. ഇനിയും ഈ ഉലകത്തിലേക്ക് തനിക്ക് ലോകത്തിൽ ഈ കർത്താവിന് നൽകി തരുവാൻ മറ്റൊന്നുമില്ലായിരുന്നു എന്ന് താൻ തിരിച്ചറിഞ്ഞു. Last drop of his blood. തന്റെ അവസാന തുള്ളി രക്തം വരെ. You see, when after Jesus died, യേശുക്രിസ്തു മരിച്ചനന്തരം somebody poked a spear on him. ഒരു പടയാളി ഒരു കുന്തം കൊണ്ട് തന്നെ കുത്തി. Then you read, നാം വായിക്കുമ്പോൾ water came out. വെള്ളം അവിടെ ഒഴുകുന്നതായി നാം കാണുന്നു. Why? എന്തുകൊണ്ട്? There was no more blood. ഇനി അവിടെ ഒഴുകി തീരുവാൻ ഒരു രക്തമില്ലായിരുന്നു. Hallelujah. 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 This Paul knew one thing. പൗലോസിന് ഒരു കാര്യം അറിയാം. I am serving a God. ഞാൻ സേവിക്കുന്ന എന്റെ കർത്താവ്. Serving a Jesus. ഞാൻ സേവിക്കുന്ന കർത്താവ് Who expends all his energy for me. തനിക്ക് ഉണ്ടായിരുന്ന മുഴുവൻ ഊർജവും രക്തവും എനിക്ക് വേണ്ടി ഒഴുക്കി തന്ന ഒരു കർത്താവിനെയാണ് ഞാൻ Prince of സേവിക്കുന്നത്. Heaven had nothing more to give me. ഈ ഉലകത്തിലേക്ക് കടന്നു വന്ന രാജകുമാരന് ഇനിയും എനിക്കായി ഒരുവാൻ നൽകി തരുവാൻ ഒന്നുമില്ലായിരുന്നു. I cannot stay still for this God. എനിക്ക് ഈ കർത്താവിന് വേണ്ടി അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല. Cannot stay still for this God. എനിക്ക് വെറുതെ സമാനമായിരിക്കാൻ പറ്റുകയില്ല. Even in the prison, കാരാഗ്രഹത്തിനകത്തും he's writing Philippians. പൗലോസ് ഫിലിപ്പിയ ലേഖനം Even എഴുതുകയാണ്. in the prison, he's കാരാഗ്രഹത്തിനകത്തും writing Ephesians. എഫെസ്യ ലേഖനം എഴുതുകയാണ്. He's asking the people, ആളുകളോട് താൻ ചോദിക്കുകയാണ്, rejoice. സന്തോഷിക്കുക. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. When you come to Acts chapter 16, അപ്പോസ്തലപ്രവൃത്തി 16 അധ്യായത്തിൽ നാം വരുമ്പോൾ you see Paul and Silas in jail. പൗലോസും ശീലാസും കാരാഗ്രഹത്തിലാണ്. We just heard. നാം Pastor ഇപ്പോൾ Gerald. ഇപ്പോൾ തന്നെ കർത്താവിന്റെ ദാസൻ ജെറാൾഡ് പാസ്റ്ററിൽ നിന്ന് കേട്ടു. It says they were not flogged, severely flogged. അവരെ നാം വചനത്തിൽ വായിക്കുന്നു, അവർക്ക് നല്ല ഉപദ്രവം ഏൽക്കുവാനിടയായി തീർന്നു. No, they were not flogged with rubber, but they were flogged with rod of iron. വെറും ഒരു റബ്ബർ കൊണ്ടല്ല അവരെ അടിച്ചത്, വടി കൊണ്ട് തന്നെയാണ് അവരെ അടിച്ചത്. Hallelujah. Hallelujah. He's bruised from top to bottom. അവർ ഉച്ചി മുതൽ ഉള്ളംകാല് വരെ അവർ Then മുറിവേറ്റിരിക്കുകയാണ്. we read they put him in the inner jail. തിരുവെഴുത്തിൽ നാം വായിക്കുന്നു, ഏറ്റവും അകത്തുള്ള കാരാഗ്രഹത്തിന്റെ മുറിക്കകത്ത് അവരെ അടച്ചു. It may be damp there, wet there. അവിടെ ഒരുപക്ഷെ നനവുള്ള ഒരു ഇടമായിരിക്കും. There is no light in the inner jail. വെളിച്ചം ആ സ്ഥലത്തേക്ക് എത്തത്തില്ല. That is the worst place in the jail. കാരാഗ്രഹത്തിനകത്ത് ഏറ്റവും അധമമായ സ്ഥലത്താണ് His അവരായിരിക്കുന്നത്. legs are locked up in the stock. അവരുടെ കാലുകൾ ആമത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. Cannot move. അവർക്ക് ചലിക്കാൻ കഴിയുന്നില്ല. Cannot even reach his bruises. അവരുടെ കാലുകളുടെ അടുത്തേക്ക് മുറിവിലേക്ക് കൈ നീട്ടാൻ പറ്റുന്നില്ല. Even at that point. ആ സമയത്തും Hallelujah. Hallelujah. Paul cannot sit still. പൗലോസിന് അപ്പോഴും വെറുതെ ഇരിക്കാൻ കഴിയില്ല. Cannot sit still. പൗലോസിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല. He has to expend his energy for his master. ക്രിസ്തുവിന് വേണ്ടി, നാഥന് വേണ്ടി തന്റെ മുഴുവൻ ഊർജ്ജവും താൻ ഉപയോഗിക്കുകയാണ്. Started singing. താൻ പാടുവാൻ തുടങ്ങി. Started laughing. താൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങി. Praising. ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. You know what happened? എന്ത് സംഭവിച്ചു നിങ്ങൾ അറിയുന്നല്ലോ. You all know the story. നിങ്ങൾക്കെല്ലാം ആ കഥ അറിയാം. I'm thinking Jesus looked down. ഞാൻ വിചാരിക്കുന്നത് യേശു അന്ന് രാത്രി ആ മുറിക്കകത്തേക്ക് നോക്കുകയാ. Jesus looked down. യേശു അവിടേക്ക് നോക്കുകയാ. He looked what is happening there. യേശു അവിടെ എന്ത് സംഭവിക്കുന്നു നോക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. You know, Paul's desire is to have fellowship in his suffering.
പൗലോസിന്റെ ആഗ്രഹം മുഴുവനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളോട് കൂട്ടായ്മയുള്ളവനാകണമെന്നാണ്. Intense desire is, God, I want the fellowship of your suffering. പൗലോസിന്റെ ആഗ്രഹം മുഴുവൻ കർത്താവേ എനിക്ക് ആ കഷ്ടതയുടെ കൂട്ടായ്മ അനുഭവിക്കണം. The Prince of Heaven looked down. നാഥനായ കർത്താവ് ഈ ഭൂമിയിലേക്ക് നോക്കി. He decided താൻ തീരുമാനിച്ചു that night, ആ രാത്രിയിൽ I'm going to fulfill Paul's desire. പൗലോസിന്റെ ആഗ്രഹത്തെ ഞാൻ സാധിച്ചു കൊടുക്കാൻ പോകുകയാണ്. I'm going to come down. ഞാൻ ആ കാരാഗ്രഹത്തെ സന്ദർശിക്കാൻ I'm going to പോകുകയാണ്. have fellowship with my Paul. ഞാൻ പൗലോസിനോട് കൂടെ കൂട്ടായ്മ ആചരിക്കാൻ പോകുകയാണ്. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. But this time, അന്ന് ആ സമയം this Jesus, യേശു he's not coming down helpless on the cross. ക്രൂശിൽ നിസ്സഹായനായി കടന്ന ക്രിസ്തുവായിട്ടല്ല ഇപ്പോൾ കാരാഗ്രഹത്തിലേക്ക് വരുന്നത്. This time, ഇപ്പോൾ this Jesus, യേശു he's not the one who did not speak when they mocked him. കളിയാക്കിയപ്പോൾ ഒരു വാക്ക് പോലും മറുത്തു പറയാഞ്ഞ ക്രിസ്തുവല്ല വരുന്നത്. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. This time, ഈ പ്രാവശ്യം this Jesus ഈ യേശു is coming down താൻ വരുന്നത് as a King of Kings. രാജാധി രാജാവായി മടങ്ങി വരുന്നത്. This time, ഈ പ്രാവശ്യം this Jesus ഈ യേശു is coming down വരുന്നത് as the Lord of Lords. കർത്താധി കർത്താവായി. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. What for? എന്തിനു വേണ്ടി? What for? എന്തിനു വേണ്ടി? Fellowship with Paul. പൗലോസിനോട് കൂടെ കൂട്ടായ്മ കൂടുവാൻ. Fellowship with Paul. പൗലോസിനോട് കൂട്ടായ്മ ആചരിക്കുവാൻ. Hallelujah. ഹല്ലേലൂയ. When this Jesus came, ഈ യേശു വന്നപ്പോൾ foundation started to shake. അടിസ്ഥാനങ്ങൾ ഇളകാൻ തുടങ്ങി. Foundation could not take his power. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾക്ക് ആ ശക്തിയെ വഹിക്കാൻ കഴിഞ്ഞില്ല. Gate started to shake. ആ കാരാഗ്രഹം ഇളകാൻ തുടങ്ങി. The gate doors started to shake. അതിന്റെ കവാടങ്ങൾ ഇളകുവാൻ തുടങ്ങി. Things started to shake. ആ കാരാഗ്രഹം ചലിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Child of God, ദൈവ പൈതലേ, if Jesus can come into your house this night, യേശു ഇന്ന് രാത്രി താങ്കളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വന്നാൽ, if Jesus can come into your life this night, യേശു ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നാൽ, hallelujah, ഹല്ലേലൂയ, some things are going to shake. ചില വിഷയങ്ങൾ ചലിക്കുക തന്നെ ചെയ്യുമെന്ന്, Some chains are going to break. ചില ബന്ധനങ്ങൾ പൊട്ടുമെന്ന്, Hallelujah. ഹല്ലേലൂയ, Some doors are going to open. ചില വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി തുറക്കുകയാ. You don't even have to open it. It will open by itself. നിങ്ങൾ അതിനെ തള്ളി തുറക്കണ്ട. ഇന്ന് രാത്രി അത് സ്വതവേ തുറക്കുകയാണ്. Because in his presence, കാരണം അവന്റെ സാന്നിധ്യത്തിൽ, in the presence of the King of Kings, രാജാതി രാജാവിന്റെ സന്നിധിയിൽ, in the presence of the Lord of Lords, കർത്താതി കർത്താവിന്റെ സാന്നിധ്യത്തിൽ no door can stand. ഒരു വാതിൽക്കും പിന്നെ അടഞ്ഞിരിക്കാൻ No പറ്റുകയില്ല. lock can stand. ഒരു ബന്ധനത്തിനും നിൽക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. Who wants this Jesus? ഈ യേശുവിനെ ഇന്ന് രാത്രി ആർക്ക് വേണം? Who wants this Jesus? ഈ യേശുവിനെ ആർക്ക് വേണം? Who wants this Jesus? ഇന്ന് രാത്രി ആർക്ക് യേശുവിനെ വേണം? Bible says he's knocking. വേദപുസ്തകം പറയുന്നവൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാ. He's knocking. അവൻ മുട്ടിക്കൊണ്ടിരിക്കുകയാ. He's knocking. അവൻ വാതിൽക്കൽ മുട്ടുകയാ. What for? എന്തിനു വേണ്ടി? To have fellowship with you. ഇന്ന് രാത്രി കൂട്ടായ്മ ആചരിക്കുക. If you invite him in tonight, ഇന്ന് രാത്രി ജീവിതത്തിലേക്ക് ഒന്ന് ക്ഷണിച്ചാൽ, invite this Jesus tonight. യേശുവിനെ ഒന്ന് ക്ഷണിച്ചാൽ, Hallelujah. ഹല്ലേലൂയ. Now this Jesus has one more peculiarity. ഈ യേശുവിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. You know, you can say whatever you want about other gods. മറ്റ് ദൈവങ്ങളെ കുറിച്ച് നമുക്ക് എന്തു വേണമെങ്കിലും പറയാം. You can say whatever qualities about any other god. ആ ദൈവങ്ങൾക്കുള്ള ഗുണവിശേഷത പലതും നമുക്ക് വർണ്ണിക്കാം. But there is no God who has suffered this much for me. എന്നാൽ എനിക്ക് വേണ്ടി ഇതുപോലെ കഷ്ടവും ത്യാഗവും അനുഭവിച്ച വേറെ ഒരു ദൈവമില്ല. I can confidently say this evening, ഇന്ന് രാത്രി സധൈര്യം എനിക്ക് വിളിച്ചു പറയുവാൻ there കഴിയും. is no God who has suffered this much for me. ഇതുപോലെ എനിക്ക് വേണ്ടി കഷ്ടവും ത്യാഗവും അനുഭവിച്ച വേറെ ഒരു ദൈവമില്ല. Hallelujah. ഹല്ലേലൂയ, Hallelujah. Hallelujah. ഹല്ലേലൂയ. Hallelujah. Can you praise this Jesus? ഇന്ന് രാത്രി യേശുവിനെ ഒന്ന് സ്തുതിക്കാമോ? Can you praise this Jesus? ഇന്ന് രാത്രി യേശുവിനെ ഒന്ന് ആരാധിക്കാമോ? Can you expend some energy for this ഇന്ന് Jesus? രാത്രി നിങ്ങളുടെ ശരീരത്തിലുള്ള ആരോഗ്യം എടുത്ത് ഇന്ന് രാത്രി ആ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? Can you expend some energy for Jesus? കുറച്ചു നേരം കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് Can you expend some energy for Jesus? ചില നമ്മുടെ ശരീരത്തിലുള്ള ആരോഗ്യം ഉപയോഗിച്ച് ഇന്ന് രാത്രി കർത്താവിനൊന്ന് ആരാധിക്കാം.
Now, while I was praying here, ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ God gave me a vision. ദൈവം എനിക്കൊരു ദർശനം നൽകി തന്നു. He told me, എന്നോട് പറഞ്ഞു, this convention, ഈ കൺവെൻഷൻ God is going to bring back some prodigals. ദൈവം നഷ്ടപ്പെട്ടു പോയ ചില മുടിയം പുത്രന്മാരെ പോലുള്ളതിനെ മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം പദ്ധതിയിട്ടിട്ടുണ്ട്. Before the end of this convention, ഈ കൺവെൻഷൻ പരിസമാപിക്കുന്നതിന് മുന്നമേ you are going to hear some knocks on his door. ചില വാതിൽക്കൽ വന്ന് ദൈവം മുട്ടുന്ന ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങുകയാ. Your prodigal is coming back. ചില നഷ്ടപ്പെട്ടു പോയത് മടങ്ങി വരുന്ന ശബ്ദമാ. Your prodigal is coming back. നഷ്ടപ്പെട്ടു പോയവൻ ഇറങ്ങിപ്പോയവൻ മടങ്ങി വരികയാ. Hallelujah. ഹല്ലേലൂയ. How many of you believe? ഇന്ന് രാത്രി എത്ര പേര് അത് How വിശ്വസിക്കുന്നുണ്ട്? many of you believe? എത്ര പേര് അത് രാത്രി വിശ്വസിക്കുന്നു? If you believe, ഇന്ന് രാത്രി if വിശ്വസിക്കുന്നെങ്കിൽ, you believe, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ you will see the glory of നിങ്ങൾ God. ദൈവത്തിന്റെ മഹത്വം കാണുകയാ. You will see the glory of നിങ്ങൾ God. ദൈവത്തിന്റെ മഹത്വം കാണും. Child of God, ദൈവ പൈതലേ, this evening, ഇന്ന് രാത്രി don't sit idle. വെറുതെ ഇരിക്കരുത്. Don't sit idle. വെറുതെ ഇരിക്കരുത്. This is the time ഇന്ന് രാത്രി കൈകൊണ്ട് ബന്ധിച്ചിരിക്കരുത്. to expend some energy for your ഇന്ന് രാത്രി master. ആരോഗ്യം ഉപയോഗിച്ച് അല്പ നിമിഷം കർത്താവിനൊന്ന് സ്തോത്രം കൊടുക്കുക. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ഹോദ കബന ശതനദിയാദന. Hallelujah. 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 I take authority in Jesus' name. ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, I take authority in Jesus' name. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് Jesus is knocking on your door. ഇന്ന് രാത്രി യേശു വാതിൽക്കൽ മുട്ടുകയാ. Jesus is knocking on your door. യേശു വാതിൽക്കൽ മുട്ടുകയാ. Hallelujah. ഹല്ലേലൂയ. Hallelujah. Hallelujah. If you can bring him in, ഇന്ന് രാത്രി വാതിൽ തുറന്ന് അവനെ അകത്തേക്കൊന്ന് കയറ്റിയാൽ you will leave a different person. ഇന്ന് രാത്രി വന്നതുപോലല്ല, വ്യത്യസ്തനായിട്ടാണ് ഞങ്ങൾ മടങ്ങുന്നത്. Hallelujah. ഹല്ലേലൂയ. Let me come back to the theme. ഞാൻ നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. Hebrews chapter 12 verses 1 എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം starts like this. ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. Therefore, ആകയാൽ. if you have to start something with therefore, ആകയാൽ എന്ന് പറഞ്ഞൊരു പദം ആരംഭിക്കണമെങ്കിൽ it means it's a continuation of something. അതിന്റെ അർത്ഥം ഇതിന് മുൻപ് എന്തോ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതിന്റെ So തുടർച്ചയാണ്. Hebrews chapter 12 is a continuation of Hebrews chapter 11. അതുകൊണ്ട് തന്നെ എബ്രായ ലേഖനം 12-ാം അധ്യായം 11-ാം അധ്യായത്തിന്റെ ഒരു തുടർച്ചയാണ്. Hebrews chapter 11 starts with a definition of faith. 11-ാം അധ്യായം ആരംഭിക്കുന്നത് വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു നിർവചനം പറഞ്ഞാണ്. The confidence of the things you hope for. നാം ആശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പിനെ കുറിച്ച് പറയുകയാണ്. Assurance of things you haven't seen, unseen. ആ കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള നിശ്ചയത്തെ കുറിച്ച് പറയുകയാണ്. What has faith to do with race? എന്താണ് ഈ ഓട്ടവുമായിട്ട് വിശ്വാസത്തിനുള്ള ബന്ധം? You see, when you run for this world, ഈ ലോകത്തിന് വേണ്ടി നാം ഓടുകയാണെങ്കിൽ, you know, all of you have seen running races. നമ്മൾ എല്ലാവരും ഓട്ട മത്സരം At കണ്ടിട്ടുള്ളത്. least you have seen that in the TV. ഒരുപക്ഷെ ടിവിയിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. First thing they show ആദ്യം അവർ കാണിക്കുന്നത്, is the trophy. ആദ്യം ജയിച്ചവർ നേടാൻ പോകുന്ന ആ അവാർഡാണ് അവർ They're കാണിക്കുന്നത്. showing the second place, first place trophy and the medals. രണ്ടാം സ്ഥാനം, ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ പോകുന്ന ആ സമ്മാനമാണ് അവർ When you കാണിക്കുന്നത്. run for this world, ഈ ലോകത്തിന് വേണ്ടി നാം ഓടുമ്പോൾ everybody is running എല്ലാവരും ഓടുന്നത് after seeing the trophy. ആ ട്രോഫി കണ്ടിട്ടാ, സമ്മാനം കണ്ടിട്ടാ എല്ലാവരും ഓടുന്നത്. Hallelujah. ഹല്ലേലൂയ. But when you read Hebrews chapter 11, എന്നാൽ എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ the author talks about many giants in faith. ഈ എഴുത്തുകാരൻ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠന്മാരെ, നായകന്മാരെ കുറിച്ച് എഴുതിയിരിക്കുന്നു. He talks about Adam, he talks about Enoch, he talks about Moses, he talks about Joseph. ആദമിനെ കുറിച്ച്, ഹാനോക്കിനെ കുറിച്ച്, അബ്രഹാമിനെ കുറിച്ച്, യോസേഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. He talks about David, he talks about Gideon. ദാവീദിനെ കുറിച്ച്, ഗിദെയോനെ കുറിച്ച് പരാമർശിക്കുന്നു. He talks about 16 giants of faith. വിശ്വാസത്തിന്റെ നായകന്മാരായ 16 പേരെ അക്കം നിരത്തി ലേഖകൻ എഴുതുകയാണ്. There is one thing common for all these 16 people. ഇവർ 16 പേരിലും ഒരേ കാര്യം ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്നു. All of them ran എല്ലാവരും ഓടി without seeing the trophy. അവരാരും ലഭിക്കാൻ പോകുന്ന സമ്മാനം കാണാതെയാണ് ഓടിയത്. All of them ran
അവരെല്ലാവരും ഓടിയത് without seeing the crown. കിരീടം കാണാതെയാണ് ഓടിത്തുടങ്ങിയത്. All of them ran എല്ലാവരും ഓടിയത് with the assurance of the unseen. അവർ കാണാത്ത കാര്യത്തിലുള്ള നിശ്ചയത്തോടെയാണ് അവർ ഓടിയത്. Hallelujah. ഹല്ലേലൂയ. But when you read the Bible, വേദപുസ്തകം നാം വായിക്കുമ്പോൾ 2 times രണ്ട് പ്രാവശ്യം God violated this principle. ദൈവം രണ്ട് പ്രാവശ്യം ഈ നിയമത്തെ മറികടക്കുന്നതായി നാം കാണുന്നു. 2 times രണ്ട് പ്രാവശ്യം he showed the crown before the race. ഓട്ടം തുടങ്ങുന്നതിന് മുന്നമേ തന്നെ കിരീടം കാണിച്ചു കർത്താവ്. Perhaps he thought, കർത്താവ് ഒരുപക്ഷെ ചിന്തിച്ചു കാണും, if they see the crown, ഈ കിരീടം ഒന്ന് കണ്ടാൽ then they'll run faster. ഒരുപക്ഷെ ആളുകൾ കുറച്ചും കൂടെ വേഗതയിൽ ഓടുമെന്ന് കർത്താവ് വിചാരിച്ചു. You know, in the next 20 minutes, അടുത്ത 20 മിനിറ്റുകളിൽ let's look at these two times. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഞാനൊന്ന് വ്യാഖ്യാനിക്കുകയാണ്. First, ഒന്ന്, Numbers chapter 13. We don't have time. We don't have to take. സംഖ്യാപുസ്തകം 13-ാമത്തെ അധ്യായം. Moses and Israelites are in the desert of Paran. പരാൻ മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തോടു കൂടെ മോശ നടക്കുകയാണ്. The holy God told Moses, pick 12 people, one from each tribe, and bring them here. വിശുദ്ധനാകുന്ന ദൈവം മോശയോട് പറഞ്ഞു, 12 ഗോത്രങ്ങളിൽ ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് എന്റെ സന്നിധിയിൽ കൊണ്ടുവരിക. Moses asked, why? What for? മോശ ദൈവത്തോട് ചോദിച്ചു, എന്തിനു വേണ്ടി? The Lord said, ദൈവം പറഞ്ഞു, I'm going to show them the crown. ഞാൻ അവർക്ക് കിരീടത്തെ കാണിക്കാൻ പോകുകയാണ്. I'm going to send them for 40 days to see the crown. 40 ദിവസം എന്താ സമ്മാനം എന്നൊന്ന് കാണാൻ അവരെ അയക്കാൻ പോകുകയാണ്. I'm going to send them to Canaan to see Canaan the crown. കനാൻ എന്ന് പറയുന്ന കിരീടം അവരൊന്ന് നോക്കി കാണാൻ വേണ്ടി അവരെ അയക്കുകയാണ്. I'm going to send them to the promised land so that they can see the crown for 40 days. 40 ദിവസം ഈ വാഗ്ദത്തമായി അവർക്ക് പറഞ്ഞിരിക്കുന്ന കിരീടമാകുന്ന കനാൻ ദേശത്തെ ചുറ്റി നോക്കാൻ ഞാൻ അവരെ അയക്കുകയാണ്. So they went. അവര് പോയി. They went and explored. അവർ ആ ദേശം പോയി ഉറ്റുനോക്കി. Then they came back. അവര് തിരിച്ചു വന്നു. And told Moses and Aaron. അവർ മോശയോട് അഹരോനോട് പറഞ്ഞു, All the people. എല്ലാവരെയും വിളിച്ചു കൂട്ടുക. And they said, അവര് പറഞ്ഞു, it is true. അത് ശരിയാ, സത്യമാ. There is milk and honey in that land. ദൈവം പറഞ്ഞതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശം തന്നെയാണത്. They told Moses. അവർ മോശയോട് പറഞ്ഞു, Just like the Lord promised. ദൈവം വാഗ്ദത്തം പറഞ്ഞതുപോലെ തന്നെ The crown is real. ആ കിരീടം യാഥാർത്ഥ്യം തന്നെയാ. We have seen it. ഞങ്ങളത് കണ്ടു. Look at these grapes. ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ മുന്തിരിക്കുലകളെ We നോക്കുക. cannot even pick it up. ഞങ്ങൾക്കത് പൊക്കാൻ പോലും വയ്യ. Look at these strawberries. ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഫലങ്ങൾ നോക്കുക. The crown is real. ആ കിരീടം യാഥാർത്ഥ്യം സത്യമാണ്. Hallelujah. ഹല്ലേലൂയ. So they saw the crown before the race. ആ ഓട്ടം തികയ്ക്കുന്നതിന് മുന്നമേ നേടാൻ പോകുന്ന കിരീടം അവരെ ദൈവം കാണിച്ചു. God may have thought, ദൈവം ചിന്തിച്ചു കാണും, once they see the crown, ഈ കിരീടം അവർ ഒരുപക്ഷെ കണ്ടാൽ they will believe me. അവരെന്നെ വിശ്വസിക്കുമെന്ന്. Once they see the crown, ഒരിക്കൽ ഈ കിരീടം ഇവർ കണ്ടാൽ they will start running without complaints. ഒരു കുറ്റവും പറയാതെ ഓടുമെന്ന് കർത്താവ് വിചാരിച്ചു. We all know what happened. നമുക്കറിയാം എന്താ സംഭവിച്ചത്. They saw the crown, അവർ കിരീടത്തെ കണ്ടു, but gave up the race. പക്ഷേ അവർ ഓട്ടം വിടുവാനിടയായി തീർന്നു. They saw the crown, അവർ കിരീടത്തെ കണ്ടു, but gave up the race. അവർ ഓട്ടം ഓടുന്നതിൽ നിന്ന് പിന്മാറി. Hallelujah. ഹല്ലേലൂയ. That is the first time. അതാണ് ഒന്നാമത്തെ പ്രാവശ്യം. Hallelujah. ഹല്ലേലൂയ. Then when you come to the New Testament, വീണ്ടും നാം പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ, when you come to the New Testament, പുതിയ നിയമത്തിൽ there is another person who saw the crown before the race. ഈ ഓട്ടം ഓടുന്നതിന് മുന്നമേ കിരീടം കണ്ട മറ്റൊരു വ്യക്തിയുണ്ട്. There is another person who experienced the crown before the race. ഓട്ടത്തിന് മുൻപേ കിരീടത്തിന്റെ അനുഭവം അനുഭവിച്ച മനുഷ്യൻ. His name is Jesus Christ. യേശു ക്രിസ്തു എന്നാണ് ആ മനുഷ്യന്റെ പേര്. He has seen the crown. അവൻ കിരീടം കണ്ടവനാണ്. He has experienced the crown. ആ കിരീടത്തെ അനുഭവിച്ചവനാണ്. He knows what the crown looks like. ആ കിരീടം എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിഞ്ഞവനാണ്. You know, some things God does is funny. ദൈവം ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ രസകരമാണെന്ന് തോന്നും. God decided, ദൈവം തീരുമാനിച്ചു, I'm going to give my son who saw the crown എന്റെ മകന് ഈ കിരീടം കണ്ടവന് ഞാൻ നൽകാൻ പോകുകയാണ്. same amount of time. അതേ സമയം തന്നെയാണ് ഞാൻ എന്റെ മകനും കൊടുക്കാൻ You പോകുന്നത്. know, I gave Israelites 40 days to experience the crown. ഈ കിരീടം കാണാൻ വേണ്ടി ഇസ്രായേലിന് എത്ര ദിവസമാണോ കൊടുത്തത് അത് തന്നെ എന്റെ മകനും I'm going to കൊടുക്കുക. give my son 40 days. എന്റെ മകനും 40 ദിവസം കൊടുക്കുകയാണ്. What for? എന്തിനു വേണ്ടി? What for? എന്തിനു വേണ്ടി? To decide if he has to continue the ministry or not. ഈ ഓട്ടം ഓടണമോ ശുശ്രൂഷ തുടരണമോ എന്ന് തീരുമാനിക്കുവാൻ. To decide if he has to run the race or not. ഈ ഓട്ടം ഓടണമോ എന്ന് തീരുമാനിക്കുവാൻ. The Spirit sent him to the desert. മരുഭൂമിയിലേക്ക് ആത്മാവ് അവനെ വഴി നടത്തി. Same time,
40 days. 40 ദിവസം പരീക്ഷിക്കുവാൻ The tempter came with everything he has. പരീക്ഷകൻ അവനെ പരീക്ഷിക്കുവാൻ മുഴുവൻ ആയുധങ്ങളുമായി വന്നു. First temptation. ആദ്യത്തെ പരീക്ഷ Hunger. വിശപ്പ്. Hallelujah. ഹല്ലേലൂയ. Jesus looked at that and said, യേശു അതിനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, no problem. ഇതൊരു പ്രശ്നമേ അല്ല. A few years of hunger, no problem. അല്പ ദിവസത്തെ വിശപ്പൊന്നും വലിയ പ്രശ്നമല്ല. Why? എന്തിനാ? Why? എന്തുകൊണ്ട്? Because I have seen the crown. ഞാൻ കിരീടം കണ്ടവനാണ്. I have seen the crown. ഞാൻ കിരീടം കണ്ടവനാണ്. I have seen the crown. ഞാൻ കിരീടം കണ്ടവനാണ്. And I also know one more thing. എനിക്ക് ഒരു കാര്യം കൂടി അറിയാം. In just 3 years, ഈ 3 വർഷം കഴിയുമ്പോഴേ I'm going to a heavenly feast. ഞാൻ സ്വർഗ സദസ്സിലേക്ക് വിരുന്നിലേക്ക് നടന്നു കയറാൻ I'm പോകുകയാണ്. going to a feast prepared in heaven for us. എനിക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു വിരുന്നുശാലയിലേക്ക് ഞാൻ നടന്നു കയറുകയാണ്. It's an everlasting feast. അത് നിത്യമായി തുടരുന്ന ഒരു സത്യമാണ്. Hunger of the world will last for 1 hour. 1 മണിക്കൂർ മാത്രമേ ലോകത്തിന്റെ വിശപ്പ് നിൽക്കത്തുള്ളൂ. That feast is forever. എന്നാൽ ആ വിരുന്നുശാല അത് നിത്യമായതാണ്. You know, Jesus probably smiled in his heart. യേശു ഒരുപക്ഷേ ഈ പരീക്ഷകൻ പരീക്ഷിച്ചപ്പോൾ ഹൃദയത്തിൽ ഒന്ന് ചിരിച്ചു കാണും. He might have thought in his heart, എന്റെ ഹൃദയത്തിൽ ചിന്തിച്ചു കാണും, oh devil, പിശാചേ, you are so foolish. നിന്നെ ഇത്രയും മഠയനാണോ? I came for the cross. ഞാൻ ക്രൂശിക്കപ്പെടാൻ വേണ്ടിയാ വന്നത്. You are tempting me with hunger. നീ എന്നെ വിശപ്പ് കൊണ്ട് പരീക്ഷിക്കാൻ നോക്കുകയാണോ? All you people, all the people in the stage, ഇന്ന് രാത്രി ഇവിടുള്ള എല്ലാ ജനത്തോടും, all the people with inconveniences, ഇന്ന് രാത്രി പ്രതിസന്ധികൾ നേരിടുന്നവരെ, all the people with sickness in the stage, രോഗങ്ങൾ അനുഭവിക്കുന്നവരെ, all the people with debts in the stage, ഇന്ന് രാത്രി പ്രതിസന്ധികൾ നേരിടുന്നവരെ, tonight the Holy Spirit says, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, it's okay. ഇത് പ്രശ്നമേ It's അല്ല. okay. ഇത് പ്രതിസന്ധി അല്ല. In few years, ചില വർഷങ്ങൾ മാറുമ്പോൾ, few moments, ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ you are going to get an inheritance. നിനക്കൊരു അവകാശം You ലഭിക്കാൻ are going to പോകുകയാണ്. get an inheritance. നിനക്കൊരു അവകാശം ലഭിക്കാൻ പോകുകയാണ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Second temptation, രണ്ടാമത്തെ പരീക്ഷ power. അധികാരത്തെ കാണിച്ചു. Jesus smiled some more. കർത്താവ് കുറച്ചും കൂടെ ഒന്ന് ഹൃദയത്തിൽ ചിരിച്ചു. Jesus probably looked at the devil and thought, പിശാചിനെ നോക്കി കർത്താവ് ഇങ്ങനെ ചിന്തിച്ചു കാണും, I don't need your power. നിന്റെ ഒരു അധികാരവും എനിക്ക് വേണ്ട. I don't need the power of man. മനുഷ്യന്റെ അധികാരവും എനിക്ക് വേണ്ട. I don't need the chair of man. എനിക്ക് മനുഷ്യന്റെ സിംഹാസനം വേണ്ട. That only lasts for a few years. അത് ചില വർഷം മാത്രമേ നിലനിൽക്കത്തുള്ളൂ. I don't have to prove my power in front of you. നിന്റെ മുൻപിൽ എന്റെ അധികാരത്തെ ഞാൻ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. After a few years, ചില വർഷങ്ങൾ കഴിയുമ്പോൾ, after 3 years, 3 വർഷം എണ്ണി തീർക്കുമ്പോൾ, I'm going to a place. ഞാൻ ഒരിടത്തേക്ക് പോകുകയോ, There is a throne. അവിടെ എനിക്ക് വേണ്ടി ഒരു സിംഹാസനമുണ്ട്. What is that throne? ആ സിംഹാസനം ഏതാ? Right hand of God. അത് പിതാവിന്റെ വലതുഭാഗത്താണ്. Child of God. ദൈവ പൈതലേ, Child of God. ദൈവ പൈതലേ, Don't take power from man. ഇന്ന് രാത്രി മനുഷ്യന്റെ കയ്യിൽ നിന്ന് നീ അധികാരം Don't ഏറ്റെടുക്കണ്ട. depend on power from man. മനുഷ്യന്റെ അധികാരത്തിന് വേണ്ടി നോക്കണ്ട. Don't depend on chairs from man. മനുഷ്യനിൽ നിന്നുള്ള കാര്യത്തിൽ നീ ആശ്രയിക്കണ്ട. Throne is getting prepared for you. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരു സിംഹാസനം, ഒരു ഇരിപ്പിടം ഒരുങ്ങുന്നുണ്ട്. Just a few years. ചില വർഷങ്ങൾ കഴിയുമ്പോൾ, That's what Moses said. മോശ പറഞ്ഞു, 70 or 80. 70 ഏറെയായാൽ 80. Many of us have finished most of it, including me. നമ്മളിൽ പലരും അതിൽ ഭൂരിഭാഗവും തീർത്തു കഴിഞ്ഞു. In a few years, child of God. കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ, Jesus said, യേശു പറഞ്ഞു, I'm preparing a room for you. ഞാൻ ഒരു അധികാരത്തെ നിനക്ക് വേണ്ടി ഒരുക്കുകയാ. I'm preparing a room for you. ഞാൻ നിനക്ക് വേണ്ടി ഒരു ഇടം ഒരുക്കുകയാ. No moth can touch it. അവിടെ ഒരു പുഴുവിനും കയറുവാൻ No കഴിയുകയില്ല. pest can touch it. ആർക്കും അത് കയറി എടുക്കുവാൻ കഴിയുകയില്ല. Nobody can steal it from you. അത് ആർക്കും മോഷ്ടിക്കാനും പറ്റില്ല. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Second one over. രണ്ടാമത്തെ പരീക്ഷയും ജയിച്ചു. Third one came. മൂന്നാമത്തെ പരീക്ഷ Wealth. അത് സമ്പത്തായിരുന്നു. This time Jesus really laughed, I think. ഈ സമ്പത്തുന്ന പരീക്ഷ കണ്ടപ്പോൾ യേശു ശരിക്കും ചിരിച്ചു കാണും. Hallelujah. ഹല്ലേലൂയ. Hallelujah. He probably thought in his mind, യേശു മനസ്സിൽ ചിന്തിച്ചു,
You are tempting me with the wealth of this world. ഈ ലോകത്തിന്റെ സമ്പത്ത് കാണിച്ചാണോ എന്നെ മോഹിപ്പിക്കുന്നത്? Do you have any idea what that crown looks like? ആ കിരീടം എനിക്കായി വെച്ചിരിക്കുന്ന ആ കിരീടം എങ്ങനെ ഇരിക്കുമെന്ന് നിനക്കറിയാമോ Do you പിശാചേ? have any idea what that crown looks like? ആ കിരീടം എങ്ങനെ ഇരിക്കുമെന്ന് പിശാചേ നിനക്കറിയാമോ? Hallelujah. ഹല്ലേലൂയ. How many of you understand what I'm saying? ഇന്ന് രാത്രി അറിയുന്ന വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? I rebuke all anxiety this night. ഇന്ന് രാത്രി എല്ലാ ആകുലതയും ഞാൻ ശാസിച്ചു I rebuke പ്രാർത്ഥിക്കുകയാണ്. all fear in this night. എല്ലാ ഭയത്തെയും യേശുവിൻ നാമത്തിൽ I ശാസിക്കുകയാണ്. rebuke all insecurity this night. ഇന്ന് രാത്രി എല്ലാ ആകുല ചിന്തകളെയും യേശുവിൻ നാമത്തിൽ Child ശാസിക്കുകയാണ്. of God. ദൈവ പൈതലേ, Child of God. ദൈവ പൈതലേ, You are a heavenly being. നീ സ്വർഗത്തിന് വേണ്ടിയുള്ള ഒരു You പൈതലാണ്. are being prepared for heaven. നീ സ്വർഗത്തിന് വേണ്ടി You are ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. being prepared for heaven. നീ സ്വർഗത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. Hunger of world doesn't matter. ഈ ലോകത്തിന്റെ വിശപ്പ് വിഷയമല്ല. Power of this world doesn't ഈ matter. ലോകത്തിന്റെ അധികാരം വിഷയമല്ല. Wealth of this world doesn't ഈ matter. ലോകത്തിന്റെ സമ്പത്ത് വിഷയമല്ല. Because in a few years, എന്നാൽ ചില ദിവസങ്ങൾ കഴിയുമ്പോ, ചില വർഷങ്ങൾ കഴിയുമ്പോ, ചില വർഷങ്ങൾ കഴിയുമ്പോ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. Hallelujah. ആമേൻ, Praise God. ഹല്ലേലൂയ, Praise God. ഹല്ലേലൂയ. How many of you are happy in the presence of the Lord? ഇന്ന് രാത്രി എത്ര പേർ സന്തോഷത്തോടെ How many of you are ദൈവസന്നിധിയിലായിരിക്കുന്നു? happy in the presence of the Lord? ദൈവ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്ന ദൈവമക്കളുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. You know, I like to say like this. എനിക്ക് ഇതുപോലെ നിൽക്കുന്ന ഇഷ്ടമാണ്. I like to say like this. എനിക്ക് ഇങ്ങനെ പറയുന്നത് ഇഷ്ടമാണ്. There is a trick hidden in the Bible. വേദപുസ്തകത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു മർമ്മമുണ്ട്. If you can practice that trick, അത് നിങ്ങൾക്കൊന്ന് പരിശീലിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ nobody can touch you after that. അതിനുശേഷം ആർക്കും നിങ്ങളെ തൊടാൻ പറ്റില്ല. Nobody can touch you after that. ആർക്കും നിങ്ങളെ തൊടാൻ പറ്റില്ല. Who wants to know the trick? Raise your hand. ആർക്കൊക്കെ ആ മർമ്മം അറിയണമെന്ന് ആഗ്രഹമുണ്ട്? Who wants to know the trick? Raise your hand. ആർക്കൊക്കെ ആ മർമ്മം അറിയണമെന്ന് ആഗ്രഹമുണ്ട്? കര ഒന്ന് പൊക്കി പിടിച്ചേ. Hallelujah. ഹല്ലേലൂയ. Since majority raised your hands, I'm going to say the trick. ഭൂരിപക്ഷം ആളുകൾക്കും ഇത് അറിയണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ പറയാൻ The പോകുകയാണ്. trick is this. അതിന്റെ മർമ്മം ഇത്രയേ ഉള്ളൂ. Listen carefully. ശ്രദ്ധിച്ചു കേൾക്കാം. If you can find your joy in the presence of the Lord, ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ, if you can find the joy in the presence of the Lord, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റിയാൽ, nothing can touch you. വേറെ ഒന്നിനും നിങ്ങളെ തൊടാൻ പറ്റുകയില്ല. Man cannot touch you. മനുഷ്യന് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. Power cannot touch you. അധികാരത്തിന് നിങ്ങളെ തൊടാൻ പറ്റുകയില്ല. Hunger cannot touch you. സമ്പത്തിന് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. Wealth cannot touch you. സമ്പത്തിന് നിങ്ങളെ തൊടാൻ പറ്റുകയില്ല. Death cannot touch you. മരണത്തിന് നിങ്ങളെ തൊടാൻ പറ്റുകയില്ല. Leaky roof cannot touch you. ഈ ചോരുന്ന ഹല്ലേലൂയ മേൽക്കൂരയ്ക്ക് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. That was the trick King David used. അതാണ് ദാവീദ് ഉപയോഗിച്ച ആ ട്രിക്ക് എന്ന് പറയുന്നത്. Hallelujah. Finding joy in the presence of the Lord. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അങ്ങ് സന്തോഷിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. I don't have time to dwell there. Let's move. അധികം സമയം എനിക്ക് അവിടെ ചിലവഴിക്കാനില്ല. Hallelujah. ഹല്ലേലൂയ. Hallelujah. Praise God. Hebrews chapter 12. എബ്രായ ലേഖനം 12-ാം അധ്യായം. Hebrews chapter 11. 11-ാം അധ്യായം. The author wrote like this. എഴുത്തുകാരൻ ഇങ്ങനെ രേഖപ്പെടുത്തി. Assurance of things unseen. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. All the 16 giants of faith 16 നായകന്മാരും ran this race with their eyes closed. ഈ ഓട്ടം സമ്മാനം കാണാതെ കണ്ണ് അടച്ച് അവർ ഓടിയത്. All these giants of faith ഈ വിശ്വാസത്തിലെ എല്ലാ വീരന്മാരും ran this race with just an assurance. ഒരു ഉറപ്പിന്റെ പുറത്താണ് അവർ ഓടിയത്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. But when it comes to chapter 12, എന്നാൽ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, when it comes to chapter 12, 12-ാം അധ്യായം നാം വായിക്കുമ്പോൾ you can see the author. നമുക്ക് ഈ നായകനെ കാണുവാൻ കഴിയും. Author changed his theology. ഈ നായകൻ അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്രത്തെ ഒന്ന് തിരുത്തി. The author changed his eschatology. അദ്ദേഹത്തിന്റെ വരുവാനുള്ള ലോകത്തെക്കുറിച്ചുള്ള ആശയങ്ങൾക്ക് തൻ മാറ്റം വരുത്തി. Author changed his hermeneutics. ദൈവ പ്രസംഗശാസ്ത്രത്തെ ഒക്കെ ഒന്ന് മാറ്റിവെക്കുവാൻ ഇടയായി Then തീർന്നു. he said one thing. ഒരു കാര്യം താൻ ഇങ്ങനെ രേഖപ്പെടുത്തി. Hallelujah. ഹല്ലേലൂയ. New Testament Christians, പുതിയ നിയമ വിശ്വാസികളെ, you and I, നിങ്ങളും ഞാനും open your eyes. കണ്ണുകൾ തുറന്ന്, Open your eyes. കണ്ണുകൾ തുറന്ന്. Why should you open your eyes? എന്തിനാ ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണുകളെ തുറക്കാൻ പറയുന്നത്? Because this author is saying, ഈ എഴുത്തുകാരൻ ഇങ്ങനെ പറയുന്നു, I will show you what to look at. എന്തിനെ നോക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. You don't have to run with your eyes closed. കണ്ണടച്ച് നീ ഓടണ്ട. These giants of faith did not get that privilege. വിശ്വാസത്തിന്റെ വീരന്മാർക്ക് ഈ പദവി ലഭിച്ചില്ല.
Hallelujah. Hallelujah. I don't know how many of you understand what I'm saying. എത്ര പേര് മനസ്സിലാക്കുന്നു എന്ന് If എനിക്കറിയുന്നില്ല. you understood what I'm saying, ഇന്ന് രാത്രി തിരിച്ചറിയുന്നുണ്ടെങ്കിൽ you won't sit like this. ഇവിടെ ഇതുപോലെ ഇരിക്കത്തില്ല. God is telling, author is telling the New Testament people. ഈ എഴുത്തുകാരൻ ഇന്ന് രാത്രി പുതിയ നിയമ വിശ്വാസികളോട് പറയുന്നത്, Author is telling to you and me, എന്നോടും നിങ്ങളോടും ഓർപ്പിക്കുന്നു, you no longer have to run with your eyes closed. എല്ലാവരും മറ്റുള്ളവർ കണ്ണടച്ചോടി, പക്ഷെ നിങ്ങൾ പുതിയ നിയമ വിശ്വാസികൾ കണ്ണടച്ച് കാണാത്തവരായി ഓടണ്ട. I will show you somewhere to look at. എവിടേക്ക് ആരെ നോക്കണമെന്ന് ഞാൻ I will നിങ്ങൾക്ക് show you കാണിച്ചു. somewhere to look at. നോക്കേണ്ടവരെ ആരെന്ന് ഞാൻ കാണിച്ചു തരാം. Look at Jesus Christ. യേശുവിനെ നോക്കുക. Look at Jesus Christ. യേശു ക്രിസ്തുവിനെ നോക്കുക. Look at Jesus Christ. യേശു ക്രിസ്തുവിനെ നോക്കുക. Look at Jesus Christ. യേശു ക്രിസ്തുവിനെ നോക്കുക. It doesn't say look at Jesus Christ. യേശുവിലേക്ക് നോക്കുക എന്നല്ല, It says fixate your eyes on Jesus Christ. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി നോക്കാനല്ല, നിരന്തരമായി യേശുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. Hallelujah. ഹല്ലേലൂയ. What is the difference between look and fix? What is the difference between look and fix? നോക്കുക എന്നും നിരന്തരമായി നോക്കുക എന്നും തമ്മിലുള്ള വ്യത്യാസം എന്താ? Look is നോക്കുക എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഒന്ന് സൗകര്യപ്പെടുമ്പോ നോക്കുക. but fixate is different. എന്നാൽ ഉറപ്പിച്ച് ശ്രദ്ധയോടെ നോക്കുക എന്ന് പറഞ്ഞാൽ Until your eyes ache. കണ്ണ് വേദനിക്കുന്നത് വരെ, Until your eyes ache. കണ്ണിന് വേദന ഉണ്ടാകുന്നത് വരെ Looking at Jesus. യേശുവിനെ നോക്കിക്കൊണ്ട് തന്നെ Looking at Jesus. യേശുവിനെ തന്നെ നോക്കുക. Looking at Jesus. യേശുവിനെ തന്നെ നോക്കുക. I don't know if anybody is in this pandal with that experience. ഇന്ന് രാത്രി അങ്ങനെ ഒരു അനുഭവം ഉള്ള ആരെങ്കിലും ഈ പന്തലിനകത്ത് ഇരിപ്പുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. I will fast and look at Jesus until the problem goes away. പ്രശ്നം മാറുന്നത് വരെ ഞാൻ ഉപവസിച്ച് ക്രിസ്തുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമെന്ന് പറയുന്ന എത്ര പേര് ഇന്ന് രാത്രി പന്തലുണ്ട്? I will get up at 2 a.m. and pray until there is a change. രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് വിഷയത്തിന് മാറ്റം വരുന്നത് വരെ പ്രാർത്ഥിക്കുമെന്ന് പറയുന്ന എത്ര പേരുണ്ട്? I will be on my knees until I see a difference. ഒരു മാറ്റം വരുന്നത് വരെ ഞാൻ മുട്ടിന്മേൽ തന്നെ ഇരിക്കുമെന്ന് പറയുന്ന എത്ര പേരുണ്ട്? Let me tell you one thing, child of God. ഇന്ന് രാത്രി ദൈവപൈതലെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. Heaven cannot ignore that look. സ്വർഗം അങ്ങനെ നീ നോക്കാൻ തുടങ്ങിയാൽ സ്വർഗം നിന്നെ കണ്ടിട്ട് മറികടന്ന് പോകാൻ പറ്റത്തില്ല എന്ന് നീ തിരിച്ചറിയണം. Hallelujah. ഹല്ലേലൂയ. It's not me saying. ഇന്ന് രാത്രി ഞാനല്ല ഇത് പറയുന്നത്. Bible says. വേദപുസ്തകം പറയുന്നു, Heaven is looking down. സ്വർഗം ഇന്ന് രാത്രി ഉറ്റുനോക്കുകയാ. Heaven is also looking down. സ്വർഗവും ഇന്ന് രാത്രി നോക്കുകയാ. You know what the heaven is looking for? തിരുവഴുത്ത് എന്തുവാ സ്വർഗം നോക്കുന്നെന്ന് പറയുന്നത്? Heaven is looking for people whose eyes are concentrated on him. ദൈവത്തെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നവരെ ഇന്ന് രാത്രി സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുകയാ. Hallelujah. ഹല്ലേലൂയ. You thought your fasting is for no use. നമ്മൾ വിചാരിച്ചു നമ്മുടെ ഉപവാസം വെറുതെ ആയിരുന്നെന്ന്. You thought your knees is no use. നമ്മൾ വിചാരിച്ച മുട്ടലിരുന്നത് വെറുതെ ആയിപ്പോയെന്ന്. You thought your knee pain is the result. നമ്മൾ വിചാരിച്ചു മുട്ടലിരുന്നതിന്റെ അവസാന ഫലം വേദന മാത്രമാണെന്ന്. You thought losing 10 pounds is the result. നിങ്ങൾ വിചാരിച്ചു ഉപവസിച്ച് 2 കിലോ കുറഞ്ഞത് മാത്രമാണ് ഗുണം. But this night the Holy Spirit says. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൈവസഭകളോട് പറയുന്നത്. This night the Holy Spirit says. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. This night the Holy Spirit says. പരിശുദ്ധാത്മാവ് തന്നെ ദൈവസഭകളോട് പറയുന്നു. Fixate your eyes on Jesus. ഇന്ന് യേശുവിനെ തന്നെ ശ്രദ്ധയോടെ നോക്കുകയാണെങ്കിൽ, You can fixate your eyes on Jesus. നിങ്ങളുടെ കണ്ണുകളെ യേശുവിൽ തന്നെ നിങ്ങൾ നിരന്തരമായി നോക്കിക്കൊണ്ടിരുന്നാൽ, If you can fixate your eyes on Jesus, യേശുവിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ, He is going to fixate His eyes on you. ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണ് യേശുവിനെ നോക്കിക്കൊണ്ടിരുന്നാൽ, ഇന്ന് രാത്രി യേശു നിങ്ങളെ തന്നെ ഇന്ന് രാത്രി നോക്കാൻ തുടങ്ങുകയോ. How many of you believe? ഇന്ന് രാത്രി എത്ര പേർ How many വിശ്വസിക്കുന്നുണ്ട്? of you believe? എത്ര പേർ ഈ രാത്രി വിശ്വസിക്കുന്നു? How many of you believe? എത്ര പേർ ഈ രാത്രി How many of വിശ്വസിക്കുന്നു? you believe? വിശ്വസിക്കുന്നവർ ആത്മാവിൽ Can you ആരാധിച്ചാട്ടെ. look on Jesus? യേശുവിനെ ഞാൻ നോക്കാൻ തുടങ്ങുകയാ. Can you look at Jesus? ഞാൻ യേശുവിനെ തന്നെ നോക്കുകയാ. Can you look at Jesus? യേശുവിനെ ഇന്ന് രാത്രി നോക്കുക. Can you see Jesus looking back at you? യേശു ഇന്ന് രാത്രി തിരിഞ്ഞ് നിങ്ങളെ നോക്കുന്നതായി നിങ്ങൾ കാണുന്നുണ്ടോ? Can you see that Jesus looking back at you? യേശു ഇന്ന് രാത്രി നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? Hallelujah. Udaragade. Oh, hallelujah. Proclaim healing.
ഇന്ന് രാത്രി ഈ ജനത്തിന്റെ പുറത്ത് ദൈവത്തിന്റെ സൗഖ്യത്തെ ദൈവം അയക്കുകയാ. I proclaim healing. ഇന്ന് രാത്രി രോഗ സൗഖ്യം ഇവിടെ വ്യാപരിക്കുകയാ. I proclaim healing. ഇന്ന് രാത്രി സൗഖ്യം സംഭവിക്കട്ടെ. In the matchless name of Jesus. അതുല്യനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പന്തലകത്ത് രോഗ സൗഖ്യം വ്യാപരിക്കുന്ന രാത്രിയാകട്ടെ. Hallelujah. ഹല്ലേലൂയ. I proclaim hope. ഇന്ന് രാത്രി പ്രത്യാശയെ പ്രതീക്ഷയെ ഞാൻ ജനത്തിന് കൈമാറുകയാ. Proclaim hope. ഞാൻ പ്രത്യാശയെ കൈമാറുകയാ. Proclaim hope. പ്രത്യാശയെ ഇവിടെ പ്രസ്താവിക്കുകയാ. I rebuke all anxiety. ഇന്ന് രാത്രി എല്ലാ ആകുല ചിന്തകളും മാറട്ടെ. I rebuke all fear. എല്ലാ ഭയങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഭത്സിക്കുകയാ. In the name of Jesus. യേശുവിൻ നാമത്തിൽ. Hallelujah. ഹല്ലേലൂയ. I have 3 more minutes, so let me say one more thing. 3 മിനിറ്റ് ഉണ്ട്. ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. You know, God gave a demonstration of what happens if you look at Jesus. യേശുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നെന്ന് കർത്താവ് നമുക്ക് കാണിച്ചു He തരിക. gave a demonstration. അതിനൊരു കാര്യം കർത്താവ് We വെളിപ്പെടുത്തുക. don't have time to read it. അതിന് വായിക്കാൻ നമുക്ക് സമയമില്ല. Numbers chapter 3. സംഖ്യാപുസ്തകം 3-ാമത്തെ അധ്യായം. Israelites are complaining to God. ഇസ്രായേൽ മക്കൾ ദൈവത്തോട് പിറുപിറുക്കുകയാണ്. They don't like anything. അവർ പിറുപിറുക്കുകയാണ്. They are fed up of manna. അവർ മന്ന കഴിച്ച് മടുത്തു. They are fed up of quail. അവര് കാടപ്പക്ഷി കഴിച്ച് മടുത്തു. It's been a while since they left the land. അവർ മിസ്രയീം വിട്ടിട്ട് ഒത്തിരി നാളായി. Hallelujah. God sent snakes. ദൈവം പിറുപിറുക്കുന്ന ആളുകളുടെ നടുവിൽ വിഷസർപ്പത്തെ അയച്ചു. God sent giant snakes. ദൈവം വിഷസർപ്പങ്ങളെ അവരുടെ നടുവിൽ അയച്ചു. Hallelujah. ഹല്ലേലൂയ. Hallelujah. It is their fault. അവരുടെ കുറ്റം തന്നെയാണത്. It is their fault. അവരുടെ കുറവാണത്. God is punishing them. ദൈവം അവരെ ശിക്ഷിക്കുവാൻ തുടങ്ങി. They have no right in this presence of the Lord. ഇങ്ങനെ വെളിപ്പെട്ടിറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ നടുവിൽ ഇങ്ങനെ പിറുപിറുപ്പാൻ ഒരു അധികാരവും അവർക്കില്ല. It happened because of their fault. അവരുടെ കുറവ് തന്നെയാണ് ഈ ശിക്ഷയ്ക്ക് കാരണം. It happened because of their sin. അവരുടെ പാപം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. There are many people who are here this night ഇന്ന് രാത്രി പലരും ഈ ശബ്ദം കേട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു. with remorse in their heart. പലപ്പോഴും ഹൃദയത്തിനകത്ത് കുറ്റബോധം You are നിറഞ്ഞിരിക്കുന്നു. asking, will this God ever accept me back? ഇന്ന് രാത്രി പലരും ചോദിക്കുക, ഈ കർത്താവിനെ തിരിച്ചു മടക്കി എടുക്കുമോ? Tonight, Holy Spirit is speaking to each one of you. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അങ്ങനെയുള്ള വ്യക്തികളോട് I സംസാരിക്കുകയാണ്. have forgiven your past. നിങ്ങളുടെ പൂർവ്വസ്ഥിതിയെ ഞാൻ I don't ക്ഷമിച്ചിരിക്കുകയാണ്. care about your past. നിങ്ങളുടെ ഇന്നലത്തെ അവസ്ഥ എനിക്ക് വിഷയമല്ല. This night, ഇന്ന് രാത്രിയിൽ I'm going to make it. ഞാൻ നിങ്ങളെ അതിനുവേണ്ടി I'm രൂപാന്തരപ്പെടുത്താൻ going to make പോകുകയാണ്. your past ഞാൻ നിങ്ങളുടെ പഴയ കാലങ്ങളെ ഓർക്കുന്നില്ല. as white as snow. ഇന്ന് രാത്രി പഴയ പാപത്തെ ഇന്ന് രാത്രി ഞാൻ കഴുകി അതിനെ ഹിമം പോലെ I'm going വെളുപ്പിക്കുകയാണ്. to make you holy. ഇന്ന് രാത്രി നിങ്ങളെ വിശുദ്ധരാക്കുകയാണ്. Starting today, ഇന്ന് രാത്രി കർത്താവിന് വേണ്ടി അത് പ്രാപിച്ചെടുക്കുക. if you believe. വിശ്വസിക്കുന്നെങ്കിൽ If you believe. വിശ്വസിക്കുന്നെങ്കിൽ Let me finish my thought. എന്റെ ആശയത്തെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. Python came to bite. ഇതാ പാമ്പുകൾ ആ മനുഷ്യരെ അവിടെ കടിക്കാൻ King വേണ്ടി വരും. Cobra came to bite. വിഷസർപ്പങ്ങൾ അവരെ കടിക്കാൻ വേണ്ടി വരും. Viper came to bite. ഇത് അണലികൾ അവരെ കടിക്കാൻ The വരികയാണ്. Lord told Moses, ദൈവം മോശയോട് പറഞ്ഞു, rise up a bronze serpent. ഒരു പിച്ചള സർപ്പത്തെ നീ ജനത്തിന്റെ On നടുവിൽ a ഉയർത്തുക. cross. അതിനെ ഒരു തണ്ടിന്മേൽ തൂക്കുക. That is going to be my son. അതെന്റെ പുത്രന്റെ ഒരു രൂപമായിരിക്കും. No matter what the devil comes to you with. പിശാച് ഏത് മുഖേന നിനക്ക് നേരെ വന്നാൽ, No matter what the serpent comes to you with. പിശാച് ഏത് രീതിയിൽ വന്നാലും, No matter how much the bite of the snake is. പിശാചും പാമ്പും എത്രത്തോളം നിന്നെ ആഴമായി കടിച്ചു No matter what the വിഷമേൽപ്പിച്ചാലും, poison is. ആ വിഷം എത്ര ഗഗനമേറിയതാണെങ്കിലും, If you can look at the sun this evening. ഇന്ന് രാത്രി ആ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പത്തെ മരുഭൂമിയിൽ ജനം നോക്കിയതുപോലെ യേശുവിനെ ഇത് നോക്കുവാൻ, You can look at Jesus Christ. യേശുവിനെ ഇത് രാത്രി നോക്കുവാൻ കഴിഞ്ഞാൽ, You can look at Jesus Christ. യേശുവിനെ നോക്കുവാൻ കഴിഞ്ഞാൽ, There is going to be a change. ഇന്ന് രാത്രി ഒരു മാറ്റം സംഭവിക്കുകയാണ്. That is why the authority given to children of God അതാണ് ദൈവമക്കൾക്ക് കൊടുത്തിരിക്കുന്ന ഈ അധികാരം എന്ന് പറയുന്നത്. is not to shake the serpent. ഇന്ന് രാത്രി പാമ്പിനെ കുടഞ്ഞു മാറ്റാനുള്ളതല്ല, It's not to say shoo shoo go away. പോകെന്ന് പറഞ്ഞ് അതിനെ മാറ്റിവിടാനല്ല. Authority of you and me. ഇന്ന് രാത്രി എനിക്കും ദൈവമൈതക്ക് ലഭിച്ചിരിക്കുന്ന ഈ അധികാരം, Authority of you and me. ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ അധികാരം, The bestowed by none but Jesus Christ. അത് യേശു ക്രിസ്തു തന്നെ പറഞ്ഞ് നൽകിയ അധികാരം. Not to shake the serpent. അതിനെ കുടഞ്ഞു കളയാനല്ല പറഞ്ഞത്. Trample it. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ.
What is the difference between shake and trample? ഇന്ന് രാത്രിയിൽ കുടഞ്ഞു കളയുന്നതും ചവിട്ടവും തമ്മിലുള്ള വ്യത്യാസം എന്താ? By shaking, you can never kill the snake. കുടഞ്ഞു കളഞ്ഞാൽ കൊല്ലാൻ പറ്റില്ല. You can only kill the snake. അതിനെ കൊല്ലണമെങ്കിൽ You have to trample on his head. ഇന്ന് രാത്രി നിന്റെ കാലിൻ കീഴെ അതിനെ ചവിട്ടിയേ മതിയാകുകയുള്ളൂ. Trample on his head. ഇന്ന് രാത്രി അതിന്റെ തലയെ തകർത്തേ പറ്റുകയുള്ളൂ. You know, he didn't say that simply. അത് വെറുതെ നിസാരമായിട്ടല്ല കർത്താവ് പറഞ്ഞത്. He has done it. കർത്താവ് അത് ചെയ്തത് കൊണ്ട് ഇന്ന് രാത്രി കർത്താവ് അത് പറഞ്ഞത്. He has done it. യേശു അത് ചെയ്തത്. He has done it first. യേശു ആദ്യം അത് ചെയ്തത്. Now ഇന്ന് he's asking you to look at him and do the same. ഇന്ന് രാത്രി കർത്താവ് നമ്മോട് പറയുന്നത് അവനെ നോക്കിക്കൊണ്ട് ഇന്ന് രാത്രി അവൻ ചെയ്തതുപോലെ ശത്രുവിനെ ചവിട്ടുക. You don't have to invent anything new. ഇന്ന് രാത്രി പുതിയതൊന്നും ആവിഷ്കരിക്കണ്ട. This is enough. വചനം മതിയായതാണ്. This is enough. തിരുവെഴുത്ത് മതിയായതാണ്. Authority is enough. അധികാരം ദൈവം തന്നിട്ടുണ്ട്. Hallelujah. ഹല്ലേലൂയ. Child of God. ദൈവ പൈതലേ. Child of God. ദൈവ പൈതലേ. This night. ഇന്ന് രാത്രിയിൽ This night. ഈ രാത്രിയിൽ God is bestowing a new authority. ദൈവം നിങ്ങളുടെ മേൽ അധികാരത്തെ പകരുകയാണ്. God is bestowing a new ദൈവ authority. സഭകളുടെ മേൽ അധികാരത്തെ God is പകരുകയാണ്. bestowing a new authority. അധികാരം ദൈവം ഇന്ന് രാത്രി No more. ഇനിമേൽ ഒരിക്കലും No more. ഇനിമേൽ ഒരിക്കലും No more. ഇനിമേൽ ഒരിക്കലും Hallelujah. ഉടാശധനാദിയ Hallelujah. അർദ്ധനാരകൽ ഖനകസ്. I'm out of time. എന്റെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. Let me say one more thing. ഒരു വാക്ക് കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. Child of God. ദൈവ പൈതലേ, The tears of this world, ഈ ലോകത്തിന്റെ കണ്ണുനീരോ, suffering of this world, ഈ ലോകത്തിന്റെ കഷ്ടതകളോ, pain of this world, ഈ ലോകത്തിന്റെ വേദനയോ a day is coming. ഒരു ദിവസം വരാൻ പോകുകയാണ്. He said God himself will wipe it away. ഒരു ദിവസം വരാൻ പോകുക. ആ ദിവസത്തിന്റെ പ്രത്യേകം ദൈവം തന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് എല്ലാ കണ്ണുനീരിനെയും തുടച്ചു കളയുന്ന ദിവസമാണ്. None of you are called for this world. ഇന്ന് രാത്രി നിങ്ങൾ ആരും ലോകത്തിന്റെ ഓട്ടം ഓടാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. Little pain is okay. ഇവിടുത്തെ അല്പവേദന പ്രശ്നമല്ല. Little suffering is okay. അല്പം കഷ്ടതകൾ പ്രയാസമല്ല. Losing power is okay. ഇവിടെ അധികാരം നഷ്ടപ്പെട്ട പോട്ട്, Losing wealth is okay. ഇവിടെ സമ്പത്ത് നഷ്ടപ്പെട്ട പോട്ട്. God is preparing you. ദൈവം നിങ്ങളെ ഒരുക്കുന്നത്. God is preparing each one of you. ദൈവം നിങ്ങളെ എല്ലാവരെയും ഒരുക്കുകയാണ്. Eternal blessing. നിത്യമായ അനുഗ്രഹങ്ങൾക്കായി. Praise God. ഹല്ലേലൂയ. Praise God. ഹല്ലേലൂയ. Amen. ആമേൻ. With these words, let the Lord help us. ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.